കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നു. കനത്ത മഴയെ തുടർന്നാണ് റോഡ് തകർന്നത്. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നുവെന്നാണ് അറിയുന്നത്. സാരംഗ് സുരേഷ് അതിന്റെ വിവരങ്ങൾ നൽകും. സാരംഗ്, എങ്ങനെയാണ് അപകടാവസ്ഥ? ഇത് വലിയ തോതിൽ തകർന്നിട്ടുണ്ടല്ലേ? രാവിലെ തൊട്ട് കാഞ്ഞങ്ങാട് പ്രദേശത്ത് കനത്ത മഴ അനുഭവപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് കാസർഗോഡ് ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ദേശീയപാതയോരത്തെ സർവീസ് റോഡിൽ ഇത്തരത്തിൽ ആദ്യം വിള്ളൽ കാണുന്നത്. പിന്നീട് ഒരു ഭാഗം തകർന്നു പോവുകയായിരുന്നു. ആ സമയത്ത് വലിയ വാഹനങ്ങളൊന്നും തന്നെ സംഭവ സ്ഥലത്തില്ലാത്തതുകൊണ്ട് വലിയൊരു അപകടം വഴിമാറിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ആ പ്രദേശത്ത് കൂടി വലിയ വാഹനങ്ങൾക്കൊന്നും തന്നെ കടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളത്. വാഹനങ്ങൾ പൂർണ്ണമായും വഴിതിരിച്ചു വിടുകയാണ്. എന്നാൽ ചെറിയ വാഹനങ്ങൾക്കൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, നേരത്തെ മക്കളായി കുന്നിനടക്കം കാസർഗോഡ് ജില്ലയിലെ ദേശീയപാതയോരങ്ങളിൽ വലിയ അപകടം പതിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ പരിശോധന ശക്തമാക്കണമെന്നുള്ള നിർദ്ദേശം പ്രാവർത്തികമാക്കാനൊരുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇത് ഒരു വെല്ലുവിളിയായി കൂടി മാറിയിട്ടുണ്ട്. ദിലീഷ്, ശരി. എന്തായാലും വേണ്ട വിധത്തിലുള്ള നിർമ്മാണത്തിലെ കൃത്യത പാലിക്കാത്തതാണ് ഈ അപകടങ്ങൾക്കൊക്കെ കാരണം. മാത്രമല്ല, കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുസൃതമായ നിലയിൽ അല്ലെങ്കിൽ അത് കുറച്ചുകൂടി കൂടുതൽ ബലപ്പെടുത്തുന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാത്തതാണ്. ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കെട്ടിപ്പൊക്കിയ സ്ഥലത്തൊക്കെ ആളുകൾക്ക് ഒരു ആശങ്ക കൂടുന്ന സ്ഥിതിയാണ് ഈ രണ്ട് അപകടങ്ങൾ നമ്മളിങ്ങനെ കണ്ണിൽ കാണുമ്പോൾ, അല്ലേ?